ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു യുദ്ധം, കഴിഞ്ഞ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധമൊക്കെ നമ്മൾ കഴിഞ്ഞു. അതൊക്കെ കോംപ്രമൈസ് രീതിയിൽ അത് ഒരു രീതി തീർന്നു കഴിഞ്ഞപ്പോൾ നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു യുദ്ധമാണ് ഇസ്രായേൽ ഇറാൻ യുദ്ധം. നമ്മൾ യുദ്ധത്തെക്കുറിച്ചൊന്നുമല്ല പറഞ്ഞു വരുന്നത്. യുദ്ധം നടക്കുമ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് യുദ്ധ സ്ഥലത്ത് അടിയന്തിരമായി സഹായങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന ഒരു സംഘടന. നമ്മൾ വേൾഡ് വാർ സമയത്തും ഫസ്റ്റ് വേൾഡ് വാർ, സെക്കൻഡ് വേൾഡ് വാർ സമയത്തും ഒക്കെ നമ്മൾ കേട്ടിരിക്കാനിടയുള്ള ഒരു സംഘടനയാണ് റെഡ് ക്രോസ്. ആ റെഡ് ക്രോസിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. റെഡ് ക്രസന്റ്. എന്തുകൊണ്ടാണ് റെഡ് ക്രസന്റ് എന്ന പേര് വന്നതെന്നും എന്തുകൊണ്ടാണ് റെഡ് ക്രസന്റ് ഇപ്പോൾ ഇതിന്റെ പ്രാധാന്യം എന്താണെന്നും. റെഡ് ക്രോസ് എന്ന രൂപം വർഷങ്ങളായിട്ട് നമ്മുടെ ലോകത്തിൻ്റെ പല ഭാഗത്തും ഹ്യൂമാനിറ്റേറിയൻ, അതായത് ആതുര സേവന രംഗത്ത് വളരെ സജീവമാണ്. യൂണിവേഴ്സിൽ എല്ലായിടത്തും എല്ലാ രാജ്യത്തും ഉണ്ട്. അതുപോലെ തന്നെ ഈ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ, അതായത് ഗൾഫ് കൺട്രീസ്, ഈ റെഡ് ക്രോസ് എന്ന രൂപത്തെ അവർക്ക് അംഗീകരിക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് അവർ റെഡ് ക്രസന്റ് ആണ്. ഈ റെഡ് ക്രോസിന്റെ വേറൊരു രൂപമാണ് റെഡ് ക്രസന്റ്. എന്താണ് റെഡ് ക്രസന്റ്? ചന്ദ്രകല എന്നുള്ള സങ്കല്പത്തിൽ നിന്നാണ് റെഡ് ക്രസന്റ് ഉണ്ടായത്. അപ്പൊ റെഡ് ക്രസന്റ് ആണ് ഹ്യൂമാനിറ്റേറിയൻ, അതായത് യുദ്ധസമയത്ത് അവിടെ എത്തുന്ന പട്ടാളക്കാരെയും അവിടെ എത്തുന്ന സായുധ ജനങ്ങളെയും അവിടെ എത്തുന്ന ജനങ്ങളെയൊക്കെ സഹായിച്ച് അവർക്ക് ഭക്ഷണം, ധാന്യങ്ങൾ, മറ്റ് അടിസ്ഥാനങ്ങൾ, ഷെൽട്ടർ എല്ലാം കൊടുക്കുന്ന ഒരു സംഘടനയാണ് റെഡ് ക്രസന്റ്. അപ്പൊ ഈ യുദ്ധം നടക്കുമ്പോൾ അവരെ മറ്റ് ഒരു പട്ടാളക്കാരും ഒരു രാജ്യവും അവരെ ആക്രമിക്കാറില്ല. റെഡ് ക്രസന്റ് വളണ്ടിയേഴ്സ്മാരെ ആരും ആക്രമിക്കുകയോ, ആ യുദ്ധ സമയത്ത് ഈ രണ്ട് രാജ്യങ്ങളിലും റെഡ് ക്രസന്റിന്റെ ആൾക്കാരുണ്ടാവും. അതോടൊപ്പം തന്നെ അവര് എന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ അവർക്ക് നേരിടേണ്ട അവസ്ഥ ഉണ്ടാകത്തില്ല. റെഡ് ക്രോസിന്റെ വോളണ്ടിയർമാർ ഇൻവോളണ്ടറി ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. ലോകത്തിന്റെ എല്ലാ രാജ്യത്തും റെഡ് ക്രസന്റിന്റെ ആൾക്കാരുണ്ട്. അതായത് ഇംഗ്ലീഷ് രാജ്യങ്ങളിൽ മിക്കയിടത്തും റെഡ് ക്രോസും ഗൾഫ് കൺട്രീസിൽ റെഡ് ക്രസന്റുമാണ് അറിയപ്പെടുന്നത്. അപ്പോൾ യുദ്ധകാലത്തിൽ യുദ്ധസ്ഥലങ്ങളിൽ സഹായം എത്തിച്ചു കൊടുക്കുന്ന, ആദ്യമായി യുദ്ധകാലങ്ങളിൽ സഹായം എത്തിച്ചു കൊടുക്കുന്ന, അതായത് ഫസ്റ്റ് സെക്കൻഡ് വേൾഡ് വാർ സമയങ്ങളിൽ യുദ്ധത്തിൽ കാല് നഷ്ടപ്പെട്ട പട്ടാളക്കാർ, അതുപോലെ തന്നെ വീട് നഷ്ടപ്പെട്ട സാധാരണ ആൾക്കാർ, അവരെയൊക്കെ സഹായിച്ചുകൊണ്ടാണ് റെഡ് ക്രോസ് രംഗത്ത് വരുന്നത്. തുടർന്ന് അതിൻ്റെ ഓരോ ബ്രാഞ്ചുകൾ പല രാജ്യത്തുമായി. തുടർന്ന് ഇംഗ്ലീഷ് രാജ്യങ്ങളിൽ റെഡ് ക്രോസും ഗൾഫ് കൺട്രീസിൽ റെഡ് ക്രസന്റുമായി. റെഡ് ക്രോസും റെഡ് ക്രസന്റും തമ്മിലുള്ള വ്യത്യാസം, ഇംഗ്ലീഷ് രാജ്യങ്ങളിൽ റെഡ് ക്രോസ് എന്നും ഗൾഫ് കൺട്രീസിൽ റെഡ് ക്രസന്റ് എന്നുമാണ് ഇത് അറിയപ്പെടുന്നത്. ഇത് രണ്ടും സെയിം ആണ്, ഒരേ സംഘടനയുടെ രണ്ട് ധ്രുവങ്ങൾ മാത്രമാണ്. ഇത് യുദ്ധത്തിൽ, അതായത് ഇറാൻ ഇസ്രായേൽ യുദ്ധവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ യുദ്ധത്തിൽ ഇവർ എന്തെങ്കിലും സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന ഒരു സംഘടനയാണ് റെഡ് ക്രസന്റ്.